ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷോ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇനി കാണുന്ന എപ്പിസോഡ് എന്ന് പറയുന്നത് ഔദ്യോഗിക ജീവിതത്തിൽ മാത്രമല്ല ശാലിനി സ്റ്റാർ, ഇനി തൊട്ടങ്ങ് ശാലിനി പേഴ്സണൽ ലൈഫിലും സ്വന്തം ജീവിതത്തിലും ശാലിനി അടിപൊളി സ്റ്റാർ ആകാൻ പോകുന്നതിൻ്റെ തുടക്കം കുറിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് ഇനി അങ്ങോട്ടേക്ക് വരുന്ന എപ്പിസോഡ്. അപ്പോൾ അതിൻ്റെ ആദ്യാക്ഷരം കുറിക്കുന്ന എപ്പിസോഡ് ഇന്ന് തന്നെയാണ് കേട്ടോ. ശാലിനി വിഷ്ണു ബാക്ക് ടു ബാക്ക് റൊമാൻസിൻ്റെ തുടക്കമാണ് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. പിന്നെ ഇന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു സസ്പെൻസാണ് ഇന്നത്തെ എപ്പിസോഡ് ഇരിക്കുന്നത്. പിന്നെ കാർത്തികയുടെ വക നല്ലൊരു കരച്ചിലും കാർത്തിക് കിട്ടുന്ന വലിയൊരു പണിയും തന്നെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രധാനമാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് നിങ്ങളുടെ കമൻസും ഷെയർസ് ലൈക്സിനും ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുന്നതിനെ കാണിക്കുന്ന കാര്യം ശാലിനിയോട് എന്താണ് ജേർണലിസ്റ്റ് എല്ലാവരും നിന്ന് ചോദിക്കുന്നുണ്ട്, മാഡം എന്നാലും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് തെറ്റല്ലേ ചോദിക്കുമ്പോൾ നമ്മുടെ ശാലിനി പറയുന്നുണ്ട്, ഇത് ശാലിനി വിഷ്ണു IS ഭരിക്കുന്ന ജില്ലയാണ്, എൻ്റെ ജില്ലയിൽ ഒരു കുഞ്ഞിനെ തൊട്ടാൽ എനിക്കത് പൊള്ളും, അപ്പം പിന്നെ ഇതിൻ്റെ അല്ല ഇതിൻ്റെ അപ്പുറത്തോടേക്കുള്ളത് ഞാൻ കാണിച്ചു നിൽക്കും. ഇതൊക്കെ കേട്ട് എന്താണ് വീണ്ടും സ്റ്റാർ ആയല്ലോ എന്നൊരു മട്ടിയിൽ തന്നെ നമ്മുടെ ശാലിനിയെ നോക്കി നിൽക്കുന്ന പാവം സുസ്മിതയുടെ ചിറ്റപ്പനെയാണ് കാണിക്കുന്നത്. എന്നാൽ ബാലചന്ദ്രൻ്റെ കാര്യമോ അവിടെ തീർന്ന്. കാരണം ശാലിനി അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ നോക്കിയ ബാലചന്ദ്രൻ തന്നെ അറസ്റ്റഡായതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തെ തന്നെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. അപ്പോൾ സത്യഭാമയുടെ വീട്ടിൽ കാർത്തിക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഭയങ്കര ടെൻഷൻ അടിച്ച് നടക്കുവാണ്. ടെൻഷൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ, ഹർഷൻ്റെ കാര്യം തന്നെ. ഹർഷൻ എന്താ എന്നെ ഇങ്ങോട്ടേക്കൊന്ന് വിളിക്കുന്ന പോലും ചെയ്യുന്നില്ലല്ലോ, ഹർഷൻ എന്നെ മറന്നുപോയോ, അവൻ എന്തിനാ എന്നെ ഇത്ര അവോയ്ഡ് ചെയ്യുന്നത്, എൻ്റെ വീട്ടുകാരൊക്കെ പറ്റിച്ച് ഹർഷന് വേണ്ടി ഇങ്ങനെ എന്നെ ഇറങ്ങി തിരിച്ചത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു അബദ്ധം എങ്ങാനും ആയിപ്പോയോ എന്ന് കാർത്തിക ഒടുക്കാത്ത ടെൻഷനാണ്. കാരണം ഹർഷന് വേണ്ടി താൻ ഇറങ്ങി വന്നത് ജീവിതത്തിലെ തന്നെ വലിയൊരു അബദ്ധവും മണ്ടത്തരമായിപ്പോയോ തനിക്ക്. ഹർഷനി അതോ ഞാൻ ഈ വിഷ്ണുവേട്ടൻ്റെ വീട്ടിൽ താമസിക്കുന്നത് കണ്ടിട്ട് ഞാൻ വിഷ്ണുവേട്ടനെ യഥാർത്ഥത്തിൽ വിവാഹം കഴിച്ചു എന്നെങ്ങാനും തെറ്റിദ്ധരിച്ചിരിക്കണോ, വല്ല തെറ്റിദ്ധാരണ ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ എന്നെ ഇത്ര അവോയ്ഡ് ചെയ്യുന്നത്, ഞാൻ അവനോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു അല്പം സ്നേഹം പോലും അവൻ എന്നോട് കാണിക്കുന്നല്ലോ, ദൈവമേ എൻ്റെ ജീവിതത്തിൽ വലിയൊരു അബദ്ധം പറ്റിപ്പോയോ എന്നൊക്കെ പറഞ്ഞ് കാർത്തിക ഭയങ്കര ടെൻഷനി ഹർഷനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് തീർന്നില്ല. അപ്പോഴത്തേക്കും ആ മുറ്റത്തൊരു കൊറിയർകാരൻ വന്നു. ആ കൊറിയർകാരൻ വന്നതും ചോദിക്കുന്നത്, ഇവിടെ കാർത്തിക കെയർ ഓഫ് സത്യഭാമ ഉടനെ കാർത്തിക എന്താണ് ആരും നോക്കല്ലേ, പെട്ടെന്ന് തന്നെ ഈ കൊറിയർ എനിക്കുള്ളതാണെന്നല്ലോ മേടിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കാർത്തിക അപ്പോൾ എനിക്കുള്ള കൊറിയറെന്ന് പറയുമ്പോൾ എന്താണ് ഒപ്പിട്ട് കൊടുത്ത് കാർത്തിക കൊറിയർ മേടിക്കുക. ഇതിപ്പോൾ ആരെ എനിക്ക് ഈ കൊറിയർ അയക്കാൻ എന്ന് പറഞ്ഞിട്ട് കാർത്തിക കൊറിയർ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഒരു കാര്യം, കാർത്തികയുടെ കണ്ണിൽ നിന്ന് പൊന്നീച്ചല്ല, കാർത്തികയുടെ കണ്ണിൽ നിന്ന് ഒരു ധാരധാരയായി കണ്ണീരൊഴുകുന്ന നിമിഷമാണ് കാണുന്നത്. കൊറിയറിനകത്തുണ്ടായിരുന്ന മറ്റൊരു കാര്യമില്ല, ഹർഷൻ്റെ വിവാഹ ഫോട്ടോ ആണ്. ഹർഷൻ മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടിയതായിട്ടും ആ പെണ്ണൊപ്പം ചേർന്നിരിക്കുന്ന ഒന്നിൽ പരം ഇഷ്ടംപോലെ ഫോട്ടോസാണ് ഹർഷനും ആ പെണ്ണും തമ്മിൽ നിൽക്കുന്ന ഫോട്ടോസ് അടങ്ങി ഒരു കൊറിയറാണ് കാർത്തിക് വന്നത്. ആ കൊറിയറിൻ്റെ കൂടെ ഹർഷൻ്റെ വക ഒരു പ്രേമലേഖനം കൂടെ ഉണ്ട് കേട്ടോ. അത് പ്രേമലേഖനം എന്ന് പറയാൻ പറ്റില്ല, തേപ്പ് ലേഖനം എന്ന് വേണം അതിനെ പറയാം. അപ്പം തേപ്പ് ലേഖനത്തിൽ ഹർഷൻ എഴുതിയിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, കാർത്തിക എന്നോട് ക്ഷമിക്കണം, മറ്റൊരു കാര്യത്തിനല്ല, കാരണം കാർത്തിക ക്ഷമിക്കാൻ പറഞ്ഞത് ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഒരു പെണ്ണിന് വിവാഹം കഴിക്കേണ്ട വന്നു, അതുകൊണ്ട് എന്നെ താനങ്ങ് മറന്നു കളഞ്ഞേക്കണം, എന്നിട്ട് താൻ പുതിയൊരു ജീവിതം തേടണം, താൻ വേറൊരു വിവാഹം കഴിക്കണം, പറ്റുവാണെങ്കിൽ തനിക്കിപ്പോൾ സംരക്ഷണം തരുന്ന ഒരു വീടുണ്ടല്ലോ, ആ ഒരു വലിയ വീട്, ആ വലിയ വീട്ടിൽ തനിക്ക് സംരക്ഷണം തരുന്ന അദ്ദേഹത്തിന് തന്നെ താൻ വിവാഹം കഴിക്കണം, അതായത് വിഷ്ണുവിനെ തന്നെ വിവാഹം കഴിക്കണമെന്നാണ് അവൻ്റെ വകയുള്ള തേപ്പ് ലേഖനത്തിലെ ഒരു പ്രധാന അഡ്വൈസ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്ന കാര്യം, പിന്നെ കാർത്തിക ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ തിരിച്ചു വരല്ലേ, എൻ്റെ ജീവിതത്തിൽ ഒരു കരടായോ എന്നെ ബുദ്ധിമുട്ടിക്കാനോ എൻ്റെ പിറകെ വന്ന് എന്നെ ശല്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഗുഡ് ബൈയും സ്നേഹപൂർവ്വം ഹർഷൻ എന്നും പറഞ്ഞിട്ട് ഹർഷൻ്റെ തേപ്പ് ലേഖനം അവിടെ അവസാനിച്ചതും കാർത്തിക്ക് സങ്കടം പൊട്ടി ഒഴിക്കും, എന്താണ് നെഞ്ചത്തടിച്ച് കരയുന്നില്ല എന്നുള്ളൂ. അയ്യോ ദൈവമേ ഇനി ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കാത്തിരിപ്പൊക്കെ വെറുതെ ആയാലും ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാതെ നേരെ കത്തും കൊണ്ട് നേരെ ബെഡ്റൂമിലേക്ക് അങ്ങ് ഓടുവാണ്. എന്നിട്ട് കാർത്തിക റൂമിൽ പോന്നിട്ട് ഒടുക്കത്തെ കരച്ചിലിനെ കിട്ടിയ തേപ്പിനെ ആലോചിച്ച് ഒടുക്കത്തെ കരച്ചില്ലാത്ത ആ ഫോട്ടോസും ആ കത്തൊക്കെ ഒന്നും കൂടെ എടുത്ത് നോക്കുവാണ്, യഥാർത്ഥത്തിൽ തേപ്പ് കിട്ടിയിരിക്കുവാണോ അതോ എനിക്കിനി എന്താണ് സങ്കല്പമാണോ എന്ന് കാർത്തിക നോക്കുമ്പോൾ ഞാനിനി എന്ത് ചെയ്യും, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഹർഷന് വേണ്ടിയുള്ള എൻ്റെ കാത്തിരിപ്പ് ഇതോടെ അവസാനിച്ച് എൻ്റെ വീട്ടുകാരെ നാട്ടുകാരെ ഒക്കെ പറ്റിച്ച് ജയശങ്കറിനെ എന്താണ് കളഞ്ഞിട്ട് വന്ന് ഞാൻ ഇന്ന് ഇവിടെ വന്ന് സഫർ ചെയ്യുന്നതിൻ്റെ സമയത്ത് ഇങ്ങനെ അങ്ങ് പറ്റിച്ചളഞ്ഞല്ലോ, ഒന്നാം തരം പറ്റിയില്ല, ഇതുപോലത്തെ ഒരു പറ്റിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണോ ദൈവമേ ഞാൻ ഇവിടം വരെ വന്ന് ചെന്ന് എൻ്റെ വീട്ടുകാരെ നാട്ടുകാരൊക്കെ പറ്റിച്ച് വീടെടുത്ത് ചാടി വന്നത്, ഇവനാണ് ഇത്രയും സ്നേഹിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞ് കാർത്തിക ഹർഷനോടുള്ള വെറുപ്പും താൻ ചെയ്ത മണ്ടത്തരത്തിനെക്കുറിച്ചുള്ള അമർഷം എല്ലായിട്ടും കാർത്തിക ചിന്തിക്കുവാണ്. ഇനി എന്ത് ചെയ്യും, ഇനി എന്തിനു വേണ്ടി ആർക്കും വേണ്ടിയിട്ടാണ് ഈ ഇരിക്കുന്നത്, ഈ ജീവിതം കൊണ്ട് ഇനി എന്താ പറയണം എന്ന് പറഞ്ഞ് കാർത്തിക എന്താണ് ഭയങ്കര ആലോചിക്കും, ഈ സങ്കടങ്ങളൊന്നും പറയാൻ വേണ്ടി എനിക്ക് ആരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അത് മറ്റൊരു സങ്കടം, കാരണം ഒറ്റയ്ക്കായിപ്പോയല്ലോ, ഈ സങ്കടമൊന്നും ആരോടും ഷെയർ ചെയ്യാൻ പോലും പറ്റുന്ന ഒരു അവസ്ഥയില്ല. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഹർഷന് വേണ്ടി ഇനി കാത്തിരിക്കാൻ പറ്റില്ല, ഹർഷൻ ഇനി വരുത്തി
പറ്റത്തില്ല, ലൈഫ് അതോടെ തീർന്നു. ഇവിടെ ആണെങ്കിൽ എനിക്ക് എന്താണ് എത്ര നാൾ ഞാൻ എവിടെ പോയി പിടിച്ചിരിക്കും? അപ്പോൾ എവിടെ എനിക്ക് നിൽക്കാനും സ്ഥലമില്ല. എല്ലാം കൊണ്ടും കാർത്തിക ടോട്ടൽ ട്രാപ്പായിരിക്കുന്നതിൻ്റെ ആ ഒരു ചിന്തയിൽ ആരുമില്ല എന്ന് തോന്നിയ നിമിഷത്തിൽ നേരെ ആ ഫോണും കൊണ്ട് നേരെ അങ്ങ് ഓടുവാണ്. ആരെ വിളിക്കാനാണെന്നറിയോ? മീയെ വിളിക്കാനാണ്. മധുശ്രീ ആണെങ്കിൽ കാർത്തികയുടെ കോൾ വരുമ്പോൾ തന്നെ ഞാൻ പ്രതീക്ഷിച്ച് നിന്ന കോൾ തന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഫോണങ്ങ് എടുക്കുമോ. എടുത്തതും കാർത്തികാണെങ്കിൽ ഭയങ്കര കരച്ചില്ല. അപ്പം ചോദിക്കുമോ, കാർത്തിക നീ കരയുവാണോ? നീ കാര്യം പറ. മധുശ്രീ, ഹർഷൻ എന്നെ ചതിച്ചു, ഹർഷൻ എന്നെ കളഞ്ഞിട്ട് പോയി, അവൻ മറ്റാരും വിവാഹം കഴിച്ചു, ഞാനിനി എന്ത് ചെയ്യും, എനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറയുമ്പം എനിക്ക് പ്രതീക്ഷിച്ച കാര്യം മധുശ്രീ തന്നെ സപ്പോർട്ട് ചെയ്തൊരു ആശ്വാസവാക്ക് പറയുമെന്നാണ്. പക്ഷേ മധുശ്രീ പകരം പറയുന്നത്, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ അറിയാത്ത നീയൊന്നും ഈ ഭൂമുഖത്ത് നിന്നിട്ട് കാര്യമേ ഇല്ല എന്ന് പറയുമ്പം കാർത്തിക് ടോട്ടലി എന്താണ് അപ്സെറ്റായി പോവാണ്. എന്നിട്ട് പറയാം, എടി നിനക്ക് ഇപ്പോഴും നീ ഏത് യുഗത്തിൽ ജീവിക്കുകയാണ്, നീ ഏത് കാലഘട്ടത്തിലാണ്? അവൻ നിന്നെ തേച്ചെങ്കിൽ തേച്ചു, അത്രയേ ഉള്ളൂ. നീ ഇപ്പം നിൽക്കുന്ന വീടില്ലേ, അവിടെ നീ ഇന്ന് അഭിനയിക്കുന്ന അഭിനയം നീ അത് നിൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാക്കി മാറ്റണം. എനിക്ക് മനസ്സിലായ മധുശ്രീ, ഞാൻ പറഞ്ഞത് നീ ഇപ്പം ജീവിക്കുന്ന എന്തായിട്ടാണ്? വിഷ്ണുവിൻ്റെ പെണ്ണായിട്ടല്ലേ? അത് വേറെ അഭിനയമല്ലേ മധുശ്രീ? ആ അഭിനയം നിനക്ക് ജീവിതത്തെ യാഥാർത്ഥ്യമാക്കണം. ആ അഭിനയം ജീവിതം തമ്മിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല കാർത്തികേ. നീ ഈ കാലഘട്ടത്തിൽ തന്നെയാണോ ജീവിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഒക്കെ പറയുന്നുണ്ട്. അതൊന്നും നടക്കത്തില്ല മധുശ്രീ. കാരണം ഇവിടെ വിഷ്ണുട്ടൻ എന്നെ എന്താണ് ഭയങ്കര ദേഷ്യമാണ്. വിഷ്ണുട്ടൻ എന്നെ കാണുമ്പോഴൊക്കെ ഹർഷൻ്റെ കാര്യം ചോദിക്കുന്നത് എന്നെ ഭയങ്കര സംശയം, എന്താണ് എന്നോട് അത്ര വിശ്വാസമൊന്നും ഇപ്പം വിഷ്ണുട്ടൻ ഇല്ല. വിഷ്ണുട്ടൻ്റെ കൂടെ ഒന്നും അങ്ങനെ ജീവിക്കാനൊന്നും പറ്റുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എടി, ഒരു പെണ്ണെ വിചാരിച്ചാൽ അന്നത്തെ കാലത്തെ രംഭ തൊട്ട് ഇന്നേ വരെയുള്ള നമ്മുടെ പെണ്ണുങ്ങൾക്കുള്ള ഏക വിജയം എന്താണെന്നറിയോ? നമ്മളൊരു 10 വെട്ടെങ്കിലും ഒരു ആണുങ്ങളുടെ പേര് നല്ല സ്നേഹത്തോടെ വിളിച്ചാലേ അവരതിൽ ഒരു വെട്ടെങ്കിലും തിരിഞ്ഞു നോക്കാതെ നീ ഒന്ന് വിളിച്ച് നോക്കടി, നടക്കാതൊന്നും ഇരിക്കത്തില്ല. മധുശ്രീ അറിയാത്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് വരെ മധുശ്രീ കണ്ട ജനസിൽപ്പെട്ട ഒരു വ്യക്തിയല്ല വിഷ്ണു എന്നതാണ്. അതുകൊണ്ട് ഈ വളയ്ക്കാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്ന രംഭയല്ല, ഇനി ഊർവശി തിലോത്തമ വന്നാലും ശാലിനിക്ക് പകരം ആരും വിഷ്ണുവിൻ്റെ ലൈഫിൽ കാണത്തില്ല എന്നറിയാതാണ് ഈ പൊട്ടത്തരം വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. കാർത്തിക പറയുന്നുണ്ട്, ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നടക്കുവടി. ശാലിനിയോട് സത്യഭാമയ്ക്ക് ദേഷ്യമുള്ള കാലം വരെ ഈ കാര്യങ്ങളൊക്കെ അവിടെ നടന്നിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നടത്തിയെടുക്കും. നീ പിന്നെ ഒരു കാര്യം, ഇനി ഹർഷൻ എന്ന പേരെന്ന് പറയുന്ന പേര് വിഷ്ണുവിൻ്റെ മുന്നിൽ വെച്ച് ഒരിക്കലും പറയാൻ പാടില്ല. ആ പേര് നീ അങ്ങ് മറന്നു കളഞ്ഞേരെ. അതിന് പകരം ആ സ്ഥാനത്തേക്ക് വിഷ്ണു എന്ന പേര് നീ എഴുതി ചേർക്ക്. എന്നിട്ട് നീ അവിടെ നിന്ന് സ്വപ്നം കാണ്. ചുമ്മാ അതൊന്നും നടക്കത്തില്ല കാർത്തികേ. അത്രയും വലിയ വീട്, അത്രയും വലിയ സ്വത്ത്, ഇത്രയും ബന്ധുക്കൾ, ഇതെല്ലാം കിട്ടണമെങ്കിലേ കുറച്ചൊക്കെ അധ്വാനിക്കണം. അത് അധ്വാനിക്കാൻ വെറുതെ കൈ കൊണ്ടുവന്നൊന്നും ആരും തരത്തില്ല. അങ്ങനെയൊക്കെ എല്ലാം സാധിച്ചിട്ടുമ്പോഴേ ഈ ഉള്ള എളിയവളെ നീ മറന്നു കളയാതിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ബാക്കി ഒന്നും പറയാൻ നിൽക്കാതെ അങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും മധുശ്രീ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യം കാർത്തിക പറയാൻ നോക്കിയിട്ടും ഒന്നും പറയില്ല. അപ്പം കാർത്തികയുടെ മനസ്സിൽ ഇനി വിഷ്ണു എന്നത് മാത്രമായി ടാർഗറ്റ്. കാരണം ഇനി പിടിച്ചിരിക്കാൻ വേറൊരു സ്ഥലവുമില്ല, പോകാൻ മറ്റൊരു സ്ഥലമില്ല. കാരണം മധുശ്രീയോട് തന്നെ പറയുന്നുണ്ട്, ഇനി എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഇവിടെ എത്ര കാലം പിടിച്ചിരിക്കാൻ പറ്റും? അത് വിഷ്ണുവിൻ്റെ വീട്ടിലും തോന്നെ നാൾ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അതിനൊക്കെ ചേർന്ന് മധുശ്രീ കൊടുത്തൊരു ഉപദേശമാണ്, വിഷ്ണുവിൻ്റെ വീട് തന്നെ സ്ഥിരം പാർക്കാനുള്ള സ്ഥലമാക്കി മാറ്റാൻ ഭാര്യാസ്ഥാനം ഇന്നും സ്വപ്നം പോലെ കരുതാതെ അതിനെ യാഥാർത്ഥ്യമാക്കി മാറ്റി കൊണ്ടുവരാനും. ഇതേ സമയത്ത് മറ്റൊരു കാര്യം നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ശ്യാമയുടെ ബെഡ്റൂമിനകത്ത് പൊന്നിച്ചേച്ചി എന്താണ് എല്ലാം അടിച്ച് തെളിച്ചിടാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് ശ്യാമയെ നോക്കിയിട്ട് പറയുന്നത്, എന്നാലും കുഞ്ഞിന് എന്തൊരു കിടപ്പാണ്, കുഞ്ഞിന് എത്രയും വേഗം എല്ലാം എന്താണ് മാറിക്കിട്ടണേ, ഞാൻ ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിക്കുന്നത് ശ്യാമയെ നോക്കിയിട്ട് പൊന്നിച്ചേച്ചി പറയുന്നുണ്ട്. എന്നിട്ട് പൊന്നിച്ചേച്ചി എന്താണ് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ശ്യാമയോട് പറഞ്ഞിട്ട് അങ്ങ് റൂം വൃത്തിയാക്കുവാണ്. ശ്യാമയാണെങ്കിൽ പൊന്നിച്ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ പൊന്നിച്ചേച്ചിക്ക് ആദ്യം തോന്നുന്നത്, എനിക്ക് മനസ്സിന് തോന്നിയ കാര്യമൊക്കെ പറഞ്ഞിട്ട് പൊന്നിച്ചേച്ചി വീണ്ടും അങ്ങ് അടിച്ചു വരുമ്പം വീണ്ടും പൊന്നിച്ചേച്ചി എന്ന് വിളിക്കുമ്പോഴത്തേക്കും പൊന്നിച്ചേച്ചിക്ക് ഒരു ഡൗട്ട്, ഇനി ശ്യാമ കുഞ്ഞ് തന്നെ ആണോ എന്നിട്ട് ശ്യാമയെ നോക്കുമ്പോൾ ശ്യാമ തന്നെയാണ്. എന്നിട്ട് ശ്യാമത തിരിഞ്ഞു നോക്കുന്ന കാണുന്ന ശ്യാമ സംസാരിച്ചത് മാത്രമല്ല, ശ്യാമ എണീറ്റിരിക്കുന്ന കട്ടിലിൽ. കുറച്ച് കഴിയുമ്പോൾ ശ്യാമ അവിടെ കട്ടിലിൽ നിന്ന് എണീറ്റിട്ട് നേരെ പോയി എന്താണ് ആ ഒരു ഡോർ കുറ്റിയിടാൻ പോകുന്നത്. കാരണം പൊന്നിച്ചേച്ചി എന്താണ് വിളിച്ചു പോകാൻ നിൽക്കുക, സത്യാമയെ എന്ന് വിളിച്ചു പോകാൻ നിൽക്കുമ്പോഴത്തേക്കും പൊന്നിച്ചേച്ചിയുടെ വായും പൊത്തി പിടിച്ചിട്ട് എന്താണ് ആ റൂമും കുറ്റിയിട്ട് വരുവാണ്. കാരണം പൊന്നിച്ചേച്ചിയോട് ശ്യാമ ഒരു സത്യം വെളിപ്പെടുത്തുകയാണ്. കാരണം ശ്യാമ ഇത്രയും നാൾ ചെയ്തെല്ലാം അഭിനയം മാത്രമായിരുന്നു. ശ്യാമയ്ക്ക് ഓർമ്മയും നഷ്ടപ്പെട്ടിട്ടില്ല, ശ്യാമയ്ക്ക് എല്ലാവരെയും തിരിച്ചറിയും ചെയ്യാൻ. ഞാൻ അന്ന് തന്നെ പറഞ്ഞില്ലേ, അതാ ശ്യാമ ഈ പപ്പിമോൾ എന്താണ് ശാലിനിയോട് എന്താണ് ഞങ്ങളെല്ലാം സിസ്റ്റേഴ്സ് അല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്യാമ എന്താണ് ശ്യാമയുടെ കണ്ണൊക്കെ അങ്ങ് നിറയുന്നതും ഇതൊക്കെ മനസ്സിലാകുന്ന രീതിയിലാണ് ശ്യാമ കിടക്കുന്നത്. അപ്പോൾ ശ്യാമ അഭിനയിക്കുവാണോ എന്ന് ഞാനൊരു ഡൗട്ട് പറഞ്ഞില്ലേ, അത് തന്നെയാണ് റിയാലിറ്റി ആയിട്ട് സംഭവിച്ചിരിക്കുന്നത്. ശ്യാമ മൊത്തം ചെയ്ത അഭിനയം മാത്രമായിരുന്നു. എന്നിട്ട് ഒന്നുമേ മനസ്സിലാകാതെ നമ്മുടെ
നമ്മുടെ പൊന്നി ചേച്ചി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ശ്യാമക്കുഞ്ഞിൻ്റെ എല്ലാം മാറിയോ? തൽക്കാലത്തേക്ക് ഇനി ഒരു പ്രശ്നവും ഇല്ല പൊന്നി ചേച്ചി, മെല്ലെ സംസാരിക്കേ, ആരും പുറത്തേക്ക് കേൾക്കാൻ പാടില്ല. അതെന്താ കുഞ്ഞെ, പൊന്നി ചേച്ചി എന്താണ് ശ്യാമ ഇത് അഭിനയിച്ചെന്ന് പോലും പൊന്നി ചേച്ചിക്ക് ഇതുവരെ ഗ്രഹിക്കാൻ പറ്റിയിട്ടില്ല, കാരണം അത്രയ്ക്കല്ലായിരുന്നു ശ്യാമയുടെ അഭിനയം തന്നെ. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, ചേച്ചി വിഷ്ണുവേട്ടനും എൻ്റെ കുഞ്ഞിച്ചും തമ്മിൽ ഒന്നിക്കണമെന്നില്ലേ? എന്തൊരു ചോദ്യമോ ശ്യാമക്കുഞ്ഞെ, ഈ വീട്ടിൽ സത്യാമ്മ ഒഴികെ ബാക്കി എല്ലാവർക്കും അത് തന്നെയല്ലേ ആഗ്രഹം, ഞാൻ ഉൾപ്പെടെയല്ല എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ്. എത്രയും വേഗം വിഷ്ണു കുഞ്ഞും ശാലിനിയും ഒന്നിക്കണമെന്നല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം. അപ്പോഴത്തേക്ക് എന്താണ്, ആ ഒരു കാര്യം നടക്കണമെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ പൊന്നിച്ചേച്ചി മാർഗം, അതുകൊണ്ട് മാത്രം ഞാൻ ഇത്രയും നാൾ അഭിനയിച്ചത്. അപ്പോൾ ഈ കാര്യം മറ്റാരോടും പറയാൻ പാടില്ല, എനിക്കിത് സത്യം ചെയ്താ. അപ്പോഴത്തേക്കും കുഞ്ഞെ അത് വേണ കുഞ്ഞെ, ശ്യാമ കുഞ്ഞെ അതൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ എല്ലാവരും എന്തുമാത്രം സങ്കടത്തിനകത്താ, പ്രത്യേകിച്ച് ശാലിനി മോളൊക്കെ തന്നെ. അപ്പോൾ ശാലിനിയോടെങ്കിലും പറയണ്ടേ, വേണ്ട കുഞ്ഞിച്ചിയോട് ഈ കാര്യമൊക്കെ പറഞ്ഞാൽ കുഞ്ഞിച്ചി ഈ കള്ളത്തരങ്ങളൊക്കെ അതോടെ അവസാനിപ്പിക്കും. ഞാൻ ഈ അഭിനയം ഇതോടെ നിർത്തിക്കഴിഞ്ഞാൽ സത്യാമ്മ എത്രയും വേഗം കുഞ്ഞിച്ചി ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്യും. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നടക്കത്തില്ല. ഇനി ഈ വീട്ടിൽ കുഞ്ഞിച്ചി വേണം, കുഞ്ഞിച്ചി ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞിച്ചിയും വിഷ്ണുവേട്ടനും വീണ്ടും പഴയ പോലെ ഒന്നാൻ പറ്റത്തുള്ളൂ. കാരണം ഇതിൻ്റെ നടുക്കൊരുത്തി വന്നിരിപ്പുണ്ടല്ലോ കാർത്തിക, അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേ പറ്റത്തുള്ളൂ. അവൾക്ക് എന്തൊക്കെയൊക്കെ കള്ളത്തരങ്ങളുണ്ട്, അവൾക്ക് പല കള്ളത്തരങ്ങൾ മാത്രമല്ല അവൾ എന്തൊക്കെയോ ഒളിക്കുന്നുമുണ്ട്. അപ്പോൾ പൊന്നിച്ചേച്ചി പറയുന്നുണ്ട്, അവൾക്ക് നല്ല കള്ളത്തരം ഉണ്ടെന്നുള്ള കാര്യം അതിന് പറഞ്ഞിട്ട് വേണം കുഞ്ഞറിയാൻ. അവൾ എന്തോ ഒരു കറക്കത്തിൽ പെട്ടിട്ട് തന്നെ ഇവിടെ വന്നിരുന്നത്. അപ്പോൾ ശ്യാം പറയുന്നത്, അവൾ കറക്കത്തിൽ പെട്ടിട്ട് വന്നത് മാത്രമല്ല അവൾക്ക് നല്ല ആൾക്കാരെ കറക്കിയെടുക്കാനറിയാം. അവൾ നമ്മൾ കാണുന്ന വ്യക്തിയല്ല, അവളുടെ സർവ്വ കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കിയേ പറ്റത്തുള്ളൂ. കുഞ്ഞേച്ചിയോട് ഈ സത്യങ്ങളൊക്കെ പറഞ്ഞാൽ കുഞ്ഞേച്ചി പിന്നെ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ കഴിയാൻ നിൽക്കത്തില്ല. ഞാനിതൊക്കെ അഭിനയമെന്ന് പറഞ്ഞാൽ, അതിനോടൊപ്പം തന്നെ സത്യാമ്മ ഇതൊക്കെ അഭിനയമെന്ന് അറിഞ്ഞാൽ ആ നിമിഷം കുഞ്ഞേച്ചി ഈ വീട്ടിൽ നിന്ന് പറഞ്ഞിടും. പിന്നെ ഒരിക്കലും വിഷ്ണുവേട്ടനും എൻ്റെ കുഞ്ഞേച്ചിയും തമ്മിൽ ഒന്നിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ലാതാകും. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരോടും പറയില്ല. അപ്പോഴത്തേക്കും പൊന്നിച്ചേച്ചി പറയുമോ, വിഷ്ണു കുഞ്ഞും ശാലിനി കുഞ്ഞും ഒന്നിക്കാനല്ലേ, ഞാൻ ആരോടും പറയത്തില്ല, അതിന് വാക്ക് കൊടുക്കുവാണ്. പൊന്നിച്ചേച്ചി കുഞ്ഞേച്ചി എന്തിയെ, കുഞ്ഞേച്ചി ഇവിടെ ഉണ്ടോ? അപ്പോഴത്തേക്കും പൊന്നിച്ചേച്ചി പറയുന്നുണ്ട്, ഇല്ല മോളെ, ശാലിനി കുഞ്ഞ് പുറത്തേക്ക് പോയിരിക്കോ, എന്തോ ഒരു കോൾ വന്ന് ജോലി സംബന്ധപ്പെട്ട എന്തോ കാര്യമാണ്, ആയിരക്കണക്കിന് പ്രശ്നമല്ലേ. അപ്പോൾ ശ്യാം പറയുന്നത്, എൻ്റെ കുഞ്ഞേച്ചിക്ക് ആയിരക്കണക്കിന് പ്രശ്നമാണ്, അതിൻ്റെ കൂടെ പ്രശ്നങ്ങളൊക്കെ മനഃപൂർവ്വം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ കുറേ പേരുണ്ടല്ലോ എൻ്റെ കുഞ്ഞേച്ചിക്ക് എതിരെ. അപ്പോഴത്തേക്കും കാർത്തികയുടെ കാര്യം ഒന്ന് മനസ്സിലായി. അപ്പം കാർത്തികയുടെ കാര്യത്തിനകത്ത് ശ്യാമ പൊന്നിച്ചേച്ചിയോട് ഒരു സഹായം ചോദിക്കുവാണ്. പക്ഷേ എനിക്കൊരു സഹായം ചെയ്തു തരുമോ? എന്ത് സഹായം കുഞ്ഞെ വേണ്ടത്? ആ കാർത്തികയുടെ റൂമിലെ ഇപ്പം പൊന്നിച്ചേച്ചി എൻ്റെ റൂമിൽ വന്ന് ഇതൊക്കെ വൃത്തിയാക്കിയിടുന്നില്ലേ, അതുപോലെ വൃത്തിയാക്കാൻ എന്ന മട്ടിൽ ഇപ്പം തന്നെ പോകണം. അവളുടെ റൂമിൽ പോയിട്ട് അവളുടെ ബാഗ് അവളുടെ സാധനങ്ങൾ എല്ലാം എടുത്തൊന്ന് പരിശോധിക്കണം. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അവളെക്കുറിച്ചുള്ള ഒരു ക്ലൂ കിട്ടാതിരിക്കത്തില്ല. അവളെക്കുറിച്ചുള്ള എന്തെങ്കിലും രഹസ്യം നമുക്ക് അതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് അവളെ പുറത്താക്കാവുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും പൊന്നിച്ചേച്ചിക്ക് ഭയങ്കര പേടി. പൊന്നിച്ചേച്ചി പേടിക്കേണ്ട, എനിക്ക് വേണ്ടി ചെയ്തേ പറ്റുള്ളൂ, എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ കുഞ്ഞേച്ചിയും വിഷ്ണുവേട്ടനും ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് പൊന്നിച്ചേച്ചി എന്താണ്, ഞാൻ ചെയ്യാൻ കുഞ്ഞെ, വിഷ്ണു കുഞ്ഞും ശാലിനി കുഞ്ഞും ഒന്നിച്ച് ജീവിക്കാനല്ലേ, ഞാൻ എന്ത് വേണം ചെയ്യാം. അപ്പോൾ ശ്യാമ ഒരു കാര്യം പറയുന്നുണ്ട്, പൊന്നിച്ചേച്ചി പ്രത്യേക ഒരു കാര്യം മറക്കാൻ പാടില്ല, കാർത്തികയുടെ കൂടെ എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന ആരാന്നറിയത്തില്ലേ, നമ്മുടെ സത്യാമ്മയാണ് കൂടെ നിൽക്കുന്നത്. അപ്പോൾ സത്യാമ്മയുടെ കണ്ണ് വെട്ടിച്ചിട്ട് വേണം ഇത്രയും കാര്യങ്ങൾ ചെയ്യാന്നുള്ള കാര്യം കൂടെ മറക്കാൻ പാടില്ല, അല്ലെങ്കിൽ എല്ലാം തിരിച്ചടിയായിട്ടാക്കി കിട്ടാൻ പോകുന്നതെന്നും ശ്യാമ എന്താണ് ബുദ്ധിപൂർവ്വം തന്നെ എന്നങ്ങ് പൊന്നിച്ചേച്ചി ഉപദേശിച്ചു കൊടുക്കുവാണ്. കാണിക്കുന്നത് ശാലിനിയാണ്. അപ്പോൾ ശാലിനി നേരെ വിഷ്ണുവിൻ്റെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. അപ്പം വിഷ്ണുവിൻ്റെ ബെഡ്റൂമിൽ ആരുമില്ല. ഇതിപ്പോൾ എവിടെ പോയി, ഇവിടെ ഒന്നും ഇല്ലല്ലോ. അതെങ്ങനെ, കാലിന് പ്രശ്നമാണെങ്കിലും അടങ്ങി ഒരു സ്ഥലത്തിരിക്കുന്ന ഒരു സ്വഭാവം ഇല്ലല്ലോ എന്ന് ശാലിനി വിഷ്ണുവിനെ കുറിച്ച് മനസ്സിൽ തന്നെ ചിന്തിക്കുകയാണ്. എന്നാൽ റൂമിൽ കയറി വന്നതും വിഷ്ണുവിന് എന്താണ് അവിടെ നിന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്ത കാര്യമൊക്കെ വിഷ്ണു എന്താണ് കഴിക്കുന്നുണ്ടാവുന്ന സമയത്ത് വന്നിട്ട് ഡ്രോയറെ തുറന്ന് നോക്കുവാണ്. അപ്പം ഡ്രോയറെ തുറക്കുന്ന ശാലിനി കാണുന്ന കാര്യം പിന്നീട് ഒരു ഫോട്ടോ ഇരിക്കുന്നതാണ് കാണുന്നത്. ആ ഫോട്ടോയുടെ എന്താണ് ഫേസ് മൊത്തം സ്ക്രാച്ച് ചെയ്തിട്ടിരിക്കുവാണ്. അപ്പോൾ ആ ഫോട്ടോ എടുത്ത് ശാലിനി എന്താണ് ശാലിനിയും വിഷ്ണുവിനെയും പഴയ കാലത്തെ ഓർമ്മകളൊക്കെ ആലോചിക്കുക. ആദ്യം കണ്ടുമുട്ടിയ നിമിഷം തൊട്ട് കുറച്ച് ഫ്ലാഷ് ബാക്കാണ്. അതിനുശേഷം നേരെ നോക്കുമ്പം അടുത്തൊരു ഫോട്ടോ, അത് ശാലിനി വിഷ്ണു ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ ആണ്. ആ ഫോട്ടോയുടെ പിറകിൽ ശാലിനിക്ക് ഇഷ്ടംപോലെ മെമ്മറീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ മെമ്മറീസ് ഉണ്ട്. വിഷ്ണുവും ശാലിനിയും കൂടെ എന്താണ് നടന്നു വരുന്നതും സംസാരിച്ചതും അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഓർമ്മ. അപ്പോൾ അതൊക്കെ ശാലിനിയുടെ മനസ്സിൽ കയറി വരുമ്പോൾ ശാലിനിക്ക് ഭയങ്കര സങ്കടവും ഒരു നൊസ്റ്റാൾജിയൊക്കെ വരുവാണ്. ആ നിമിഷത്തിനകത്ത് ശാലിനി എന്താണ് വിഷ്ണു അവിടെ ഇല്ലല്ലോ, ആ ഒരു ധൈര്യത്തിൽ അങ്ങോട്ടേക്ക് നീങ്ങുമ്പോഴത്തേക്കും ആ കട്ടിലിൻ്റെ ആ ഒരു ഹെഡ് ബോർഡിൻ്റെ ഭാഗത്ത് വിഷ്ണുവിൻ്റെ ആ ഒരു ജുബ്ബ അവിടെ കിടക്കുന്ന കാണുന്നു. ശാലിനിക്ക് വിഷ്ണുവിനോടുള്ള അത്ര സ്നേഹം കൊണ്ട് ആ ജുബ്ബ എടുത്ത് താൻ എന്താണ് തൻ്റെ പുറത്തേക്ക് ഇടുവാണ്. കാരണം വിഷ്ണുവിൻ്റെ ആ ഒരു ജുബ്ബ ശാലിനിക്ക് കുറച്ചും കൂടെ പ്രിയപ്പെട്ടതാണ്. കാരണം അതേ ജുബ്ബ ഇട്ട് വിഷ്ണു നിൽക്കുമ്പോഴായിരുന്നു കാർത്തിക വിവാഹം കഴിച്ചൊന്ന് അറിഞ്ഞ ഒരു സങ്കടത്തിൽ വന്നിട്ട് സത്യ ഈ വീട്ടിലെ തന്നെ മോളാന്നുള്ള സത്യം പറയാൻ വേണ്ടി വന്നു വിഷ്ണുവിൻ്റെ എന്താണ് ആ ജുബ്ബയെ പിടിച്ചുകൊണ്ട് ശാലിനി അവിടെ നിന്ന് കരഞ്ഞ് വിഷ്ണുവിൻ്റെ മുന്നിൽ തന്നെ സത്യഭാമയുടെ ചോദ്യത്തിൻ്റെ മുന്നിൽ വീണ ആ നിമിഷം ഉണ്ടല്ലോ. അപ്പോൾ ആ നിമിഷത്തിൽ വിഷ്ണു അണിഞ്ഞിരുന്ന അതേ ജുബ്ബ തന്നെയാണ് ആ കാണുന്നത്. അപ്പോൾ ആ കുർത്ത എടുത്തിട്ട് വിഷ്ണുവിൻ്റെ ആ കുർത്ത വിഷ്ണുവാന്ന് തന്നെ സങ്കല്പിച്ച് ശാലിനി എന്താണ് അതെടുത്ത് അങ്ങ്
മേളിൽ കൂടെ അങ്ങ് ധരിക്കുകയാണ്. എന്നിട്ട് ധരിച്ചിട്ട് എന്താണ് അതിൻ്റെ ആ ഒരു വിഷ്ണുവിൻ്റെ ആ ഒരു സുഗന്ധം ഇത്രയും നാളിനകത്ത് ആ നിൽക്കുന്ന ആ ഒരു എന്താണ് വിഷ്ണു തന്നെയാണെന്ന് സങ്കല്പിച്ചിട്ട് ശാലിനി അത്ര സ്നേഹത്തോടെ ആ ജുബ്ബ അങ്ങ് ചേർത്ത് പിടിക്കുമ്പോഴത്തേക്ക് വിഷ്ണു ദാ അതേ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. വിഷ്ണു ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നാൽ കാണുന്നത് ശാലിനി ഇതിട്ട് നിൽക്കുന്നത്. അപ്പോൾ ശാലിനിക്ക് ഒരു ചെറിയ ചമ്മലും പേടിയും അങ്ങോട്ടേക്ക് ഓടിപ്പോകാൻ പറ്റത്തുമില്ല. കാരണം വിഷ്ണു നോക്കിക്കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ശാലിനി എന്താണ് ആ ജുബ്ബയെ തന്നെ പിടിച്ചിട്ട് ഈ കുട്ടികൾ എന്തെങ്കിലും കള്ളത്തരം പിടിക്കപ്പെടുമ്പോൾ നോക്കി നിൽക്കത്തില്ലേ, അതുപോലെ ശാലിനി ചെറിയ ചമ്മലും ചെറിയ നാണമൊക്കെ മനസ്സിൽ ഒതുക്കി നിൽക്കുന്നു. വിഷ്ണു ശാലിനിയെ ഒരു ചെറിയ നാണത്തോടു കൂടി തന്നെ എന്നാൽ തൻ്റെ ഭാര്യ തന്നെ ഇത്രയും സ്നേഹിക്കുന്നു എന്ന ആ നോട്ടത്തോട് നോക്കുന്നത് തന്നെയാണ് കാണിച്ചാണ് ഇനി കാണാൻ പോകുന്ന എപ്പിസോഡിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കാണുമോ, ചാനൽ ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്ന കമൻസും ഷെയർസ് ലൈക്സ് ഇടാൻ ആരും മറക്കണ്ട. ഇനി അങ്ങോട്ടേക്ക് വിഷ്ണു ശാലിനിയുടെ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള നിമിഷങ്ങൾ തുടക്കവുമാണ്. അതിനോടൊപ്പം തന്നെ കാർത്തികയുടെ കരച്ചിൽ പിഴിച്ചിൽ മാത്രമല്ല കാർത്തികയുടെ വകയുള്ള പുതിയ തരം കളികളാണ് ഇനി കാണാനും ഇരിക്കുന്നത്. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.